വാക്കുകളിലേക്ക്. സിബി മലയില് 40-ാം വർഷം സിനിമയിൽ വന്നിട്ട് 40-ാം വർഷം ആഘോഷിക്കുമ്പം സിബി മലയിന്റെ ശിഷ്യന്മാരൊക്കെ ആപ്പാടെ ഒരു ത്രില്ലിലാണ്, വല്ലാത്തൊരു അനുഭൂതിയിലാണ്. ഞാൻ നവോദയയിൽ എത്തുമ്പോൾ തന്നെ സിബി മലയിൽ ആൾറെഡി ഈ തച്ചോളിയമ്പൂവിന്റെ ഡിസ്കഷൻസ്, പിന്നെ തീക്കടലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അസിസ്റ്റന്റ് ഡയറക്ടർ സിബി മലയിൽ എന്നിട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഞാൻ സിബിയുടെ ഗുരുവല്ല, സിബി എൻ്റെ ശിഷ്യന്മാർ, ഞങ്ങൾ ഒരുപോലെ. സിബിയുടെ ആദ്യ സിനിമ മുത്താരംകുന്ന് പിയു, രണ്ടാമത്തെ സിനിമ ചേക്കേറാനൊരു ചില്ല എന്ന പടമാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു പ്രിവ്യൂ പിന്നെ ചിത്രാഞ്ജലി തിരുവനന്തപുരത്തിട്ടപ്പം എന്നെ ക്ഷണിച്ചു. ഞാൻ ആ പടം കാണാൻ വേണ്ടി പോയി. ഫുൾ പടം കണ്ട് ഇറങ്ങി വന്ന ഞാൻ, സിബി അന്ന് ഒരു കൂട്ടം കവർ ചെയ്തിരിക്കുകയാണ്. അതൊന്നും നോക്കാതെ ഞാൻ സിബിയെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി ആ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ഇരുട്ടിലേക്ക് കൊണ്ടുപോയി തോളത്ത് കൈയിട്ട് ഞാൻ പറഞ്ഞു, സിബി ഒരു നല്ല സംവിധായകനാണ്, സംവിധാനത്തിൽ ഉറച്ചു നിന്ന് നിൽക്കണം. സിബി മലയാളത്തിലെ വലിയൊരു സംവിധായകൻ. സിബി ഓർക്കുന്നുണ്ടെന്നില്ല. ഞാൻ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം സിബിയുടെ 25-ാം പടമാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ ഒരു ഓപ്പണിംഗ് സെറമണിക്ക് എന്നെ വിളിച്ചു. ഓഡിറ്റോറിയം നിറച്ച ആളായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ എടുത്ത സിനിമകളെക്കാളും നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ഒരാളാണ് സിബി മലയിൽ. എന്നെക്കാളും നല്ലൊരു സംവിധായകൻ സിബി മലയിൽ. അത് ഞാൻ ഇപ്പോഴും പറയും. അപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപാട് ഡയറക്ടർമാരുണ്ട്. അവരാരെയും ഞാൻ മറക്കുന്നില്ല. ഇപ്പം ജോഷിയാണെങ്കിലും ഐ വി ശശിയാണെങ്കിലും ഷാജി കൈലാസ് ആണെങ്കിലും പിന്നെ കെ മധു ആണെങ്കിലും കമലാണെങ്കിലും ഇവരോടുള്ള റെസ്പെക്റ്റും അവരുടെ സൃഷ്ടികളോടുള്ള റെസ്പെക്റ്റും വെച്ച് ഞാൻ പറയുകയാണ്. ഈ സത്യനന്ദിക്കാടിൻ്റെ ഈ നാടോടിക്കാറ്റ്, സന്മനസ്സോടൊക്കെ സമാധാനം സിനിമകൾ എന്നെ അസൂയപ്പെട്ടു. ഇപ്പൊ പ്രിയദർശന്റെ പൂച്ചയ്ക്കൊരു മൂക്കുത്തി, കിലുക്കം, ചിത്രം എന്ന സിനിമകളും എന്നെ അസൂയപ്പെടുത്തി. പക്ഷെ സിബി മലയിലെ ചില സിനിമകൾ എന്നെ വിസ്മയിപ്പിച്ചു. തനിയാവർത്തനം, കിരീടം, ദശരഥൻ തുടങ്ങിയ സിനിമകൾ കണ്ട് ഞാൻ വല്ലാണ്ടായിപ്പോയി. അതായത് ഈ റിയലിസ്റ്റിക് സിനിമകളുടെയും എന്റർടൈൻമെന്റ് സിനിമകളുടെയും ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടിയ ഒരു സംവിധായകനെ മലയാളത്തിലുള്ളൂ, അത് സിബി. ഒന്ന് ഞാൻ പറയും, ഈ 2025 വരെ മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച സംവിധായകന്റെ പട്ടികയിൽ സിബി മലയിൽ ഉണ്ടായിരിക്കണം. എല്ലാ നന്മകളും